അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുഹൃത്തുക്കളെ, ഈ റമദാനിൽ നമ്മളൊക്കെ ഒരുപാട് സദഖ നൽകിയില്ലേ? എന്താണ് സത്യത്തിൽ നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിൽ നമ്മളോട് പറയുന്നുണ്ട് എന്താണ് നൽകേണ്ടത് എന്ന്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാലേ നിങ്ങൾക്ക് പുണ്യം നേടാനാവൂ, ഇല്ലെങ്കിൽ പുണ്യം ലഭിക്കുകയേ ഇല്ല. മാത്രമല്ല, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നതായാലും അള്ളാഹു അതിനെപ്പറ്റി നിശ്ചയമായും അറിയുന്നവനാകുന്നു. എന്താണ് ചെലവഴിക്കേണ്ടത്? ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വചനം സത്യത്തിൽ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞു തരിക മാത്രമല്ല, എന്ത് ചെലവഴിച്ചാലും എന്തിനു വേണ്ടി ചെലവഴിച്ചുവോ, ആർക്കു വേണ്ടി ചെലവഴിച്ചുവോ അവൻ അതറിയും എന്ന് കൂടി പറയുന്നു. ഇങ്ങനെയുള്ള ഒരു സദഖയാണോ, ഒരു ചെലവഴിക്കലാണോ നമ്മൾ നടത്തിയിട്ടുള്ളത്? ഈ വൈകുന്നേരം നമുക്കൊന്ന് പരിശോധിക്കണം. നമുക്ക് സത്യത്തിൽ ഈ വചനം നമ്മുടെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പരിശോധിക്കാനുള്ളൊരു വചനമാണ്. മനുഷ്യൻ സാധാരണ അവൻ്റെ അടുത്ത് ബാക്കിയുള്ളത് കൊടുക്കാറുണ്ട്. പക്ഷേ അതല്ല ഇവിടെ പരിശോധിച്ചത്. നിങ്ങൾക്കിഷ്ടമുള്ളത് കൊടുക്കുമോ എന്നാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് അഫ്ദലു സദഖ മാ കാന അൻ മഹബ്ബ. ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല സദഖ. നമുക്കറിയാലോ, ഈ വചനം അവതരിച്ചപ്പോൾ അബൂ തൽഹൽ അൻസാരി നൽകിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറൂഹ തോട്ടമാണ് സദഖ വഖഫ് ചെയ്തത്. ആ തോട്ടമാണ് ഇന്ന് നമ്മൾ മദീനയിൽ കാണുന്ന വലിയ ഹോട്ടലുകളുടെ സമുച്ചയം. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ കാര്യം, ബിറിലേക്ക് എത്തണം നമുക്ക്, അല്ലേ? ബിറിലേക്ക് എത്തണം. സത്യത്തിൽ എന്താണ് ബിറ്? ബിറ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു വല്ലാത്ത പദമാണ്. അതിൽ ഈമാനുണ്ട്, അതിൽ താഅത്തുണ്ട്, അതിൽ ഇഹ്സാനുണ്ട്. വിശ്വാസമുണ്ട്, അള്ളാഹുവിന് വഴിപ്പെടലുണ്ട്, നന്മ ചെയ്യലുമുണ്ട്, അല്ലേ? എന്താണ് സത്യത്തിൽ ഈ ബിറിലേക്കെത്താനുള്ള മാർഗം? ബിറിലേക്കെത്താനുള്ള മാർഗം നമ്മൾ ചെലവഴിക്കണം. എന്താ ചെലവഴിക്കേണ്ടത്? ഇഷ്ടപ്പെട്ട എന്തും. സമ്പത്ത് മാത്രമല്ല. ഒന്ന് സമ്പത്താണ്, രണ്ട് നമ്മുടെ സമയമാണ്, മൂന്നാമത്തേത് നമ്മുടെ ഊർജമാണ്, പവറാണ്, നാലാമത്തേത് നമ്മുടെ വിജ്ഞാനമാണ്. ഇത് മൂന്നും ഇഷ്ടപ്പെട്ട് നമുക്ക് ചെലവഴിക്കാൻ കഴിയണം. ഇഷ്ടപ്പെട്ട ധനം, എൻ്റെ ഏറ്റവും പ്രൈമായ സമയം, എൻ്റെ മാൻ പവർ, എൻ്റെ നല്ല വിജ്ഞാനം, ഇത് കൊടുക്കണം. നോക്കൂ, എത്ര നിങ്ങൾ നൽകുന്ന ഈ സാധനങ്ങളൊക്കെ എത്ര നിങ്ങൾക്കിഷ്ടമാണോ അത്രയും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അതിന് പ്രതിഫലം കിട്ടും. മൂന്നാമത്തെ കാര്യം, ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹു അറിയും എന്നാ പറഞ്ഞേ. അത് വല്ലാത്തൊരു വാക്കാ. വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. വല്ലാത്ത വാക്കാ. അതിൽ ഇഖ്ലാസുണ്ട്. ഇഖ്ലാസ് മാത്രമല്ല, അള്ളാഹു എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ആശയമുണ്ട്. എന്താണ് അള്ളാഹു അറിയുന്നത്? അള്ളാഹു ക്വാണ്ടിറ്റി അറിയും, അള്ളാഹു ചെലവഴിക്കുമ്പോഴുള്ള നമ്മുടെ നിയ്യത്തറിയും, അള്ളാഹു നമ്മുടെ ഖൽബ് വായിക്കും, അല്ലേ? എത്ര ചെറിയ സദഖകളാണ് സഹോദരങ്ങളെ ഇതുകൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് വലുതായി മാറിയത്. സഹോദരങ്ങളെ, ഈ വചനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, സദഖ എന്ന് പറയുന്നത് ബാക്കിയുള്ളത് നൽകുന്നതിൽ മാത്രം ചുരുക്കരുത്. ആവശ്യമില്ലാത്തത് കൊടുത്തോ, അത് അയാൾക്ക് കിട്ടുന്ന ആൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും അതിൽ പ്രതിഫലം ഉണ്ടാവും. പക്ഷെ അതിൽ ചുരുക്കരുത്. സദഖ എന്തായിരിക്കണം? നിങ്ങൾ സമ്പത്തിൽ ഏറ്റവും നല്ലത് കൊടുക്കാൻ കഴിയും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയും. നിങ്ങൾ എന്താണോ ഉടമയാക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും നല്ലത് കൊടുക്കാൻ കഴിയും. രണ്ട്, സമയമാണ്. സദഖ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തേത് സമയമാണ്. നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഖുർആൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കണം, ഖുർആൻ പഠിക്കാൻ ഉപയോഗിക്കണം, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഉപയോഗിക്കണം, ജനങ്ങളോട് നല്ലത് പറഞ്ഞു കൊടുക്കാനും തിന്മയിൽ നിന്ന് ആളുകളെ തടയാനും ഉപയോഗിക്കണം. അതാണ് സമയത്തിലുള്ള സദഖ. സഹോദരങ്ങളെ, മൂന്നാമതായി ഓർക്കേണ്ടത്, നമ്മളെപ്പോഴും അന്വേഷിക്കണം, ചോദിക്കണം നമ്മളോട് തന്നെ,
എനിക്കെന്താണ് ഏറ്റവും ഇഷ്ടം എന്ന്. എന്നിട്ട് എനിക്കെന്താണ് ഏറ്റവും ഇഷ്ടം അതായിരിക്കണം നാം നൽകേണ്ടത്. നമ്മൾ ചോദിക്കണം നമ്മളോട്, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ നൽകിയിട്ടുണ്ടോ എന്ന്. അതോടൊപ്പം നാലാമതായി ഓർക്കേണ്ടത്, നമ്മുടെ മക്കളെ ഇത് നമ്മൾ പഠിപ്പിക്കണം. നമ്മളെ മക്കളെ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചത് സദഖ നൽകാനാണ്. നോ, അതല്ല പഠിപ്പിക്കേണ്ടത് നമ്മൾക്ക് ഏറ്റവും തൃപ്തിപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ സാധിക്കണം. ഇത് നമ്മുടെ സദഖയിലുണ്ടോ എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം ബെഡിൽ കയറി ഇരുന്നിട്ട് നമ്മളൊന്ന് ആലോചിക്കണം, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ, ചെലവഴിച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.